ഇഡി ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കേസിൽ പ്രതികൾ വിജിലൻസ് ഓഫീസിൽ ഹാജരായി. രഞ്ജിത്ത് വാര്യർ, മുകേഷ്, വിൽസൺ എന്നിവരാണ് ഹാജരായത്. കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് തിരിച്ചടിയായി കാണുന്നില്ലെന്നാണ് വിജിലൻസ് SP പ്രതികരിച്ചത്. ഇഡിക്ക് നൽകിയ നോട്ടീസിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും വിജിലൻസ് SP ശശിധരൻ പറയുന്നു. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്ത. അമൽ സുരേന്ദ്രൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഏതായാലും വിജിലൻസ് SP S ശശിധരൻ കുറച്ചു മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അതിനു മുന്നേ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ED ഉദ്യോഗസ്ഥൻ, അതായത് ഈ കേസിലെ ഒന്നാം പ്രതിയായ ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ ഇപ്പോൾ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. ഏതായാലും ED ഉദ്യോഗസ്ഥന്റെ പ്രതിയായിട്ടുള്ള ഈ കേസിൽ മറ്റ് പ്രതികളായിട്ടുള്ള ഇടനിലക്കാരായി നിന്ന മറ്റ് പ്രതികൾക്ക് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ അറസ്റ്റിലുണ്ടായ വീഴ്ചകളെ കുറിച്ചെല്ലാം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അത്തരം വലിയൊരു വീഴ്ചകളൊന്നും വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് SP ഭാഗത്ത് നിന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് പരിശോധനകൾ നടത്തും. ഏതായാലും പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് അത്ര വലിയൊരു തിരിച്ചടിയായി കാണുന്നില്ല എന്നാണ് SP ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായ പ്രതികരണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളിൽ കൂടുതലായിട്ടുള്ള പരിശോധനകൾ നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകും. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് SP പറയുന്നത്. അതോടൊപ്പം തന്നെ വേറെയും ചില പരാതികൾ വിജിലൻസിന് മുൻപാകെ വന്നുകൊണ്ടിരിക്കുന്നു എന്നും SP പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രതികൾ ഇപ്പോൾ 3 പേരും, അതായത് മുകേഷ്, വിൽസൺ തുടങ്ങിയ 3 പ്രതികളും ഇപ്പോൾ വിജിലൻസിന് മുമ്പാകെ വിജിലൻസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിട്ടുണ്ട്. ഇവരെ കൂടുതലായിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുവാനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും EDയോട് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഈ നോട്ടീസിൽ ഇതുവരെയും EDയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് SP ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അതേസമയം ED ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി വിജിലൻസിനോട് ആവശ്യപ്പെടുന്നുണ്ട്, വിജിലൻസിനോട് വിവരങ്ങൾ തിരക്കുന്നുണ്ട്. അത് നൽകുമെന്നും SP പറയുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.